എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ഈ നിമിഷം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഈ റീഡിംഗ് കാണുന്ന സമയത്ത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എപ്പോഴാണോ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് ആ ഒരു നിമിഷം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് എല്ലാം ഞാൻ നിങ്ങളോട് പറയാം. ഇതിൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നത് എന്താണോ അത് മാത്രം നിങ്ങൾ എടുക്കുക. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആദ്യമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ ഒരു നിമിഷം ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മേ ബി ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന് ആ പേഴ്സണ് ഇപ്പോൾ തോന്നുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ആ പേഴ്സൻ്റെ ട്വിൻ ഫ്ലെയിം ആണെന്ന് ആ പേഴ്സണ് തോന്നുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സൻ്റെ സോൾമേറ്റ് ആണെന്ന് ആ പേഴ്സണ് തോന്നുന്നുണ്ടായിരിക്കാം. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്നവരാണ് എന്ന് ആ പേഴ്സണ് തോന്നുന്നുണ്ടായിരിക്കാം. അതായത് ആ പേഴ്സൺ നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളും ആ പേഴ്സണോട് ദേഷ്യപ്പെട്ട് സംസാരിക്കും. ഇനി അതല്ല, ആ പേഴ്സൺ വളരെ സ്നേഹത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളും ആ പേഴ്സണോട് വളരെയധികം സ്നേഹത്തോടെ സന്തോഷത്തോടെ സംസാരിക്കും എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. അതായത് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെയാണ് ചിന്തിക്കുന്നത് എന്നാണ് ആ പേഴ്സൺ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വഭാവം ഒരുപോലെയാണ് എന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ആയിരിക്കാം ചിന്തിക്കുന്നത് എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ആ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പേഴ്സണും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ പേഴ്സണോട് ദേഷ്യം ഉണ്ടെങ്കിൽ ആ പേഴ്സണും നിങ്ങളോട് ചെറിയ ദേഷ്യമുണ്ട്. അല്ല, നിങ്ങൾക്ക് ആ പേഴ്സണോട് കുറച്ച് പിണക്കം ഉണ്ടെങ്കിൽ ആ പേഴ്സണും നിങ്ങളോടൊരു ചെറിയ പിണക്കമുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ് എന്നാണ് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്. അതായത് ഒരുപോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഏകദേശം ഒരേ സ്വഭാവമുള്ള ആൾക്കാരാണ് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത്, ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ കൂടി ആ പേഴ്സൺ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളെക്കുറിച്ച് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെപ്പോഴും വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരാണ്, വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുന്നവരാണ്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ സന്തോഷത്തിനും പ്രാധാന്യം കൊടുക്കാറുണ്ട്. എങ്കിലും നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് കുറച്ചുകൂടി കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുണ്ട്. എന്ന് വിചാരിച്ച് നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. ആ പേഴ്സൺ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ സന്തോഷത്തിനും നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത്, നിങ്ങളെപ്പോലെ നിങ്ങൾ എത്രത്തോളം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നോ അത്രമാത്രം ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ ആ പേഴ്സണും ഈ ഒരു സമയത്ത് ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ വളരെ കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ നിങ്ങളുടെ കരിയറിലൊക്കെ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ, നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും കരിയറിലും നിങ്ങൾക്ക് നേടണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് ശ്രമിക്കുകയും അത് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസമുള്ള ആൾക്കാരാണ്. വെറുതെ ശ്രമിക്കുക മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വളരെയധികം കോൺഫിഡൻസ് ഉള്ള ഒരാളാണ്. ആ ഒരു കാര്യത്തിൽ മാത്രം ആ പേഴ്സണ് നിങ്ങളെപ്പോലെ ആകാൻ സാധിക്കുന്നില്ല. ആ പേഴ്സണിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ കൂടി നിങ്ങളുടെ അത്രയും ഒരു കോൺഫിഡൻസ് ആ പേഴ്സണ് കിട്ടുന്നില്ല. കാരണം നിങ്ങൾ സെൽഫ് ലവിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്.
ആ പേഴ്സണും അതിന് ശ്രമിക്കുന്നുണ്ട്. അതായത് ആ പേഴ്സണെ തന്നെ സ്നേഹിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. കാരണം സെൽഫ് ലവിൻ്റെ പ്രാധാന്യം ആ പേഴ്സൺ അറിയാം. എങ്കിൽ പോലും ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അത്രയും മുന്നോട്ട് വരാൻ ആ പേഴ്സണിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾ വളരെ കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ്, അതായത് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയുള്ള ഒരു കോൺഫിഡൻസ്, അതുപോലെ ഒരു വിശ്വാസം ഉണ്ടല്ലോ, എല്ലാം നല്ലത് മാത്രമേ സംഭവിക്കൂ, ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നല്ലത് മാത്രമേ സംഭവിക്കൂ, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും അത് നല്ലതായിട്ട് സംഭവിക്കണം എന്ന് നിങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ്, ജീവിതത്തിൽ എല്ലാം നല്ല കാര്യങ്ങൾ മാത്രമേ സംഭവിക്കാവൂ എന്നാണ് എല്ലാവരും ചിന്തിക്കുക. അതുപോലെ തന്നെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ ആ ചിന്തിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അങ്ങനെ മാത്രമേ, അതായത് നല്ലത് മാത്രമേ സംഭവിക്കൂ എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു കോൺഫിഡൻസ് കിട്ടാൻ കാരണം ഞാൻ ഈ മുൻപ് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അതായത് നിങ്ങൾ വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ടും അതുപോലെ നിങ്ങൾ വളരെ കഠിനമായിട്ട് അധ്വാനിക്കുന്ന ഒരാളായതുകൊണ്ടുമാണ് നിങ്ങൾക്ക് ഇത്രയും കോൺഫിഡൻസ് ഉള്ളത് എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. അതായത് ആ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇത്രയും കോൺഫിഡൻസ് നൽകുന്നത് എന്നാണ് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. എനിക്ക് മനസ്സിലാകുന്നത് ആ പേഴ്സണ് നിങ്ങളോട് വളരെ എന്താ പറയുക, ബഹുമാനമുണ്ട്, ഒരു ആരാധനയുണ്ട് എന്ന് പറയാം. ഫാനാണെന്നൊക്കെ പറയത്തില്ലേ, ഒരാളുടെ ഫാനാണ് ഞാനെന്നൊക്കെ പറയില്ലേ, ഇപ്പോൾ ഈ ഒരു ആളുടെ ഫാനാണ് ഞാനെന്ന് പറയുന്ന പോലെ ആ പേഴ്സൺ നിങ്ങളുടെ ഫാനാണെന്ന് പറയാം. മേ ബി ആ പേഴ്സൺ ഇത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ആ പേഴ്സണ് നിങ്ങളോടൊരു ആരാധനയുണ്ട്, വളരെയധികം നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ ആ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ആ പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമായിരിക്കാം. പക്ഷെ അതേസമയം നിങ്ങളുടെ ഫാനാണ് ആ പേഴ്സൺ എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളെ കളിയാക്കാൻ വേണ്ടി പറയുന്നതാണ്, അല്ലെങ്കിൽ തമാശയ്ക്ക് പറയുന്നതാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട്. നിങ്ങളെന്ന വ്യക്തിയെ ആ പേഴ്സൺ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ബഹുമാനിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതാണ് ആ പേഴ്സൺ ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.